എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡൽഹിയിൽ വലിയൊരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം, അതിനെപ്പറ്റി ഒരു വീഡിയോ എന്താണ് ചെയ്യാത്തതെന്നൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചത് ആ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കേണ്ട, കാരണം ആ വിഷയമായിട്ട് തന്നെ നടക്കട്ടെ, അതിൽ അഭിപ്രായമൊന്നും പറയാൻ നിൽക്കണ്ടെന്നായിരുന്നു. പക്ഷെ പിന്നെ ഈ ഒരു ദിവസം, കഴിഞ്ഞ 2 ദിവസമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിതപ്പം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തുടക്കം തൊട്ടൊന്ന് നോക്കാം. എന്തായിരുന്നു ഇതിൻ്റെ ആരംഭം? നമ്മുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. അതായത് ഇന്ത്യയിൽ തൊഴിൽ രഹിതരായിട്ടുള്ള ഒരുപാട് ആളുകൾ പാറ്റകളെ പോലെയാണ്, അവർ നമ്മുടെ രാജ്യത്തിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനവസരത്തിലൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയുടെ ഭാഗമായിട്ട് ഒരു മൂവ്മെന്റ് രൂപപ്പെട്ടു. അതായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി. അതായത് കോക്രോച്ച് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിൽ നിന്ന് യുവജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പ് എന്നുള്ള നിലയിൽ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെന്റ് വന്നു. ഈ ഒരു മൂവ്മെന്റിന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രോത്സാഹനം അല്ലെങ്കിൽ പിന്തുണ കിട്ടാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെക്കാളൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഈ ഒരു മൂവ്മെന്റിന് ഉണ്ടാവാൻ തുടങ്ങി. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ രാജ്യത്ത് എതിർ സ്വരങ്ങൾ കേൾക്കേണ്ടതുണ്ട്, നമ്മുടെ രാജ്യത്ത് ശക്തമായൊരു പ്രതിപക്ഷ ആവശ്യമുണ്ട്. കാരണം ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ശക്തമായൊരു പ്രതിപക്ഷം ഉള്ളപ്പോഴാണ്. പ്രതിപക്ഷമാണ് ഒരു ഭരണപക്ഷത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കേണ്ടതൊക്കെ പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ്. അപ്പൊ ശക്തമായ പ്രതിപക്ഷം ശക്തമായ ഭരണത്തിന് അല്ലെങ്കിൽ മികച്ച ഭരണത്തിന് നല്ലത് തന്നെയാണ്. എതിർ സ്വരങ്ങളാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം, ശക്തി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള മൂവ്മെന്റുകൾ ഉണ്ടാവണം. അതിന്റെ ഇടയിലാണ് നമ്മുടെ രാജ്യത്ത് നീറ്റ് എക്സാമുകളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എക്സാം മാത്രമല്ല, തുടർച്ചയായിട്ട് കുറെ കാലമായിട്ട് ഈ നീറ്റ് എക്സാം നടത്തുന്നതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് എക്സാമിന്റെ ചോദ്യപേപ്പർ ചോരുന്ന അവസ്ഥയുണ്ടായി. ഒരുപാട് വിദ്യാർത്ഥികൾ അവർ എക്സാം എഴുതിയിട്ട് വീണ്ടും എക്സാം എഴുതേണ്ട ഒരു പ്രശ്നം ഉണ്ടായി. അതിന്റെ പേരിൽ കുറെ ആത്മഹത്യകൾ നടന്നു. അപ്പൊ അത് നമ്മുടെ രാജ്യത്ത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ചാണ് പോയിട്ട് എക്സാം എഴുതുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് റിലീഫ് കിട്ടും. അതേ എക്സാം വീണ്ടും എഴുതണമെന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം എത്രത്തോളാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. രണ്ടാമത്തെ തവണ എക്സാം നടന്നപ്പോൾ എന്തായി? നമ്മുടെ സൈന്യത്തിനെയും ഒക്കെ വെച്ചിട്ട് ആ എക്സാം നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു. നല്ലത് തന്നെ, നല്ല കാര്യം തന്നെ. അപ്പം കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ ആദ്യമേ നടത്താമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത് നല്ല രീതിയിൽ നടത്തിയത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ധാർമ്മികപരമായിട്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കുക എന്നുള്ളത് ഉചിതമായൊരു തീരുമാനമാണ്. ആ ആവശ്യം ഒരിക്കലും ഒരു അന്യായമായിട്ടുള്ളതൊന്നല്ല, ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അപ്പൊ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്നതിലോ സമരങ്ങൾ നടത്തുന്നതിലോ നിരാഹാര സമരം നടത്തുന്നതിലോ യാതൊരു തെറ്റുമില്ല. ഇനി ഈ നിമിഷം തൊട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിലാണ് എൻ്റെ എതിർപ്പ് വരുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് സമാധാനപരമായിട്ട് സമരങ്ങൾ നടത്തിയത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. സമരമാകുമ്പോൾ അക്രമം ഉണ്ടാവില്ലേ, സമരമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടൽ ഉണ്ടാവില്ലേ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് നമ്മുടെ രാജ്യം തന്നെ തെളിയിച്ചിട്ടുണ്ട്. രണ്ടാം UPA ഗവൺമെന്റിനെതിരെ ഇന്ത്യ എഗനിസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ അദ്ദേഹം നിരാഹാരം കടന്നിരുന്നു. അന്ന് നമ്മൾ നമ്മുടെ പോലീസായിട്ടോ നമ്മുടെ സുരക്ഷാ ഏജൻസികളായിട്ടൊന്നും ഏറ്റുമുട്ടിയിട്ടില്ല, നമ്മുടെ രാജ്യത്തിന്റെ പൊതു സ്വത്ത് നശിപ്പിച്ചിട്ടില്ല, ഒരു രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ രാജ്യം ആ ഒരു വലിയ മുന്നേറ്റത്തിനെ പിന്തുണച്ചു. ആ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് UPA ഗവൺമെന്റിന് അവരുടെ ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. ഇതേപോലെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിർഭയയ്ക്ക് വേണ്ടി നമ്മൾ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് കയ്യിൽ കല്ലും കുപ്പികളും ഒന്നും നമ്മൾ എടുത്തിട്ടില്ല, എടുത്തത് ഒരു മെഴുകുതിരിയായിരുന്നു. ആ മെഴുകുതിരിയും കൊണ്ട് നമ്മൾ ഡൽഹിയിലെ തെരുവുകളിലേക്ക് യുവജനങ്ങളും വിദ്യാർത്ഥികളും ഇറങ്ങിയിട്ടുണ്ട്. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമരത്തിലും വിജയം തന്നെയായിരുന്നു. അതിനുശേഷം വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിട്ടുള്ള സംഭവം, RJKR മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി ക്രൂരമായി മാനഭംഗത്തിനിരയായി. അതിനെതിരെ അവിടുത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും എല്ലാവരും തെരുവിലിറങ്ങി. അവരും അക്രമ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവരും മെഴുകുതിരികളും പ്ലക്കാർഡുകളുമായിട്ട് തെരുവിലോട്ട് ഇറങ്ങി. അതിലും അവർ വിജയിച്ചു. കാരണം അവിടുത്തെ ഗവൺമെന്റിനും ഭരണം നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ ഡൽഹിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടക്കുന്ന സമരത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടെയാണ് ആ പ്രശ്നം കിടക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വിളിച്ച മുദ്രാവാക്യം കേട്ടല്ലോ. ഇന്ത്യൻ ആർമിക്കെതിരെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എന്തിനാണ് ഇന്ത്യൻ ആർമിയോട് വിരോധം?
അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സമരത്തെ പിന്തുണയ്ക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമുതൽ നശിപ്പിക്കുന്നതിനെയാണോ? നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽ ഭടന്മാരെ ആക്രമിക്കുന്നതിനെയാണോ? നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിനെ തെറി വിളിക്കുന്നതിനാണോ? നമ്മുടെ രാജ്യത്തിനെ പല കഷ്ണങ്ങളായി വിഭജിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അത്തരത്തിലുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നവരെയാണോ? ഈ സമരത്തിൽ കേട്ട ഒരുപാട് മുദ്രാവാക്യങ്ങളൊന്നും ഉമർ ഖാലിദിന് വേണ്ടിയായിരുന്നു. ആരായിരുന്നു ഉമർ ഖാലിദ്? ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം. കശ്മീർ ഇന്ത്യയുടേതല്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള കാശ്മീർ ഇന്ത്യയുടേതല്ല. ആരാണ് ഈ ഉമർ ഖാലിദ്? ഡൽഹിയിൽ ഷഹീൻ ബാഗിൽ നടന്ന വലിയ രീതിയിലുള്ള കലാപ ശ്രമങ്ങൾക്ക് അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന വ്യക്തിയാണ്. കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ നിരവധി തവണ ജാമ്യാപേക്ഷകൾ തള്ളിയിട്ട് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്ക് എതിരെ നിന്നിട്ട് ജയിലിൽ കിടക്കുന്ന വ്യക്തിയാണ്. ഇയാൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയാണോ? രണ്ടാമത്തത്, ഈ കേട്ടത് ഷർജീൽ ഇമാം എന്ന് പറയുന്ന വ്യക്തിയാണ് പറയുന്നത് നോർത്ത് ഈസ്റ്റിനെ നമ്മുടെ രാജ്യത്ത് നിന്ന് വേർപെടുത്തണം എന്നാണ്. ഇങ്ങനെ ആഗ്രഹിക്കുന്ന വിഘടനവാദികളെ, നമ്മുടെ രാജ്യം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ പൊതു ഇടങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? മറ്റൊരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു വനിതാ മാധ്യമ പ്രവർത്തകനെ അപമാനിക്കുന്ന, ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ എത്ര സമരങ്ങൾ നടക്കാറുണ്ട്? കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിട്ടുള്ള SFI ആയാലും KSU ആയാലും MSF ആയാലും ABVP ആയാലും അങ്ങനെയുള്ള എത്ര വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വനിതാ മാധ്യമ പ്രവർത്തകനെ ആക്രമിച്ചിട്ടുണ്ടോ, അപമാനിച്ചിട്ടുണ്ടോ? ഇതിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? മറ്റൊരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ തൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ പുറത്തിട്ടിട്ട് കാണിക്കുന്ന രംഗങ്ങളാണ്. ഇതിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമുതൽ നശിപ്പിക്കുന്ന രംഗങ്ങളാണ്. പോലീസ് ബസ്സായാലും ജീപ്പായാലും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്വത്ത് ആക്രമിക്കുന്ന രംഗങ്ങളാണ്. ഇതിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു, ഞാൻ ഷെയർ ചെയ്തു, എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇത് പറഞ്ഞു, ഞാനത് കേട്ടു. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഈ സമരത്തിൻ്റെ യഥാർത്ഥ ഭാവം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഈ സമരത്തിൻ്റെ കോസ് എന്താണ്? ഈ സമരത്തിന് അവർ ആവശ്യപ്പെടുന്ന എന്താണ്? നീറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ മറ്റൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോയുടെ താഴെ ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഈ ഭാഗത്തായിട്ട് കോട്ടയിൽ, രാജസ്ഥാനിലെ കോട്ടയിൽ നീറ്റ് വിദ്യാർത്ഥികൾ നടത്തിയ സമരമാണ്. ഒരക്രമവും അവിടെ നടന്നിട്ടില്ല. ഒരു പ്രക്ഷോഭകാരികളും അവിടുത്തെ പോലീസിനെ ആക്രമിച്ചിട്ടില്ല. വളരെ സമാധാനപരമായിട്ട് അവരവിടെ പ്രക്ഷോഭം നടത്തി, അതിലവർ വിജയിച്ചു. നമ്മുടെ സൈന്യത്തെ തെറി വിളിക്കുന്ന, നമ്മുടെ രാജ്യം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ മലയാളത്തിൽ പറയുന്ന പോലെ മകൻ ചത്താലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന സ്വഭാവമുള്ള ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ഈ പ്രശ്നങ്ങൾ കൊണ്ട് കയറി ചെല്ലാൻ പാടില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവരുടെ ആവശ്യം ന്യായമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ വെക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. കാരണം ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ പോയിട്ട് കാശ്മീരിന് സ്വാതന്ത്ര്യം വിളിക്കുന്നവർ, കാശ്മീർ നമ്മുടെ രാജ്യത്തിൻ്റെതല്ല എന്ന് പറയുന്നവർ, നോർത്ത് ഈസ്റ്റിനെ നമ്മുടെ രാജ്യത്ത് നിന്ന് വിഭജിക്കണം എന്ന് പറയുന്നവർ, നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനെ തെറി വിളിക്കുന്നവർ, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമുതൽ നശിപ്പിക്കുന്നവർ, വനിതകളെ ആക്രമിക്കുന്നവർ, വനിതാ മാധ്യമ പ്രവർത്തകരെ അപമാനിക്കുന്നവർ, ഇവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു മുഖം കാണുമ്പോൾ ആ മുഖത്തിന്റെ മറുവശം എന്താ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടിലടക്കം, നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് കേരളത്തിലടക്കം ഇതിനെ പിന്തുണച്ചുകൊണ്ട് പല സംഘടനകളും രംഗത്ത് വരുന്നുണ്ട്. അതിൽ പലർക്കും ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ചില സംഘടനകൾക്ക് അവർ മുന്നിൽ വെക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണെങ്കിൽ അവരുടെ പിന്നിൽ മറ്റൊന്നുണ്ട്. അത് നിങ്ങൾ കാണണം. അവർ മുന്നിൽ കാണിക്കുന്ന മുഖമല്ല അവരുടെ പിന്നിലുള്ളത്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിങ്ങൾ കാണണം. ഇതിന്റെ ഇടയിൽ നുഴഞ്ഞു കയറുന്ന രാജ്യവിരുദ്ധ ശക്തികളെ നിങ്ങൾ കാണണം. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കണം. അതിനെ നമ്മൾ ഒരിക്കലും പിന്തുണയ്ക്കരുത്. ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ ന്യായമായ രീതിയിൽ വേണം നമ്മുടെ ലോകം നമ്മുടെ രാജ്യത്തിനെ കാണുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരീനെ ചോരക്കളാക്കുകയല്ല വേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്വത്ത് നശിപ്പിക്കുകയല്ല വേണ്ടത്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അതിൻ്റെ ഉദാഹരണം നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള മൂവ്മെന്റിനെ പറ്റി നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം.
പിന്നെ ഈ ഒരു കാര്യത്തിൽ ഇവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കണം. നിർഭയയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയത് എങ്ങനെയായിരുന്നു നമ്മൾ കാണണം. വെസ്റ്റ് ബംഗാളിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിക്ക് വേണ്ടി എങ്ങനെ നമ്മൾ തെരുവിലിറങ്ങി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തെരുവിലിറങ്ങി നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ സൈനികരെ തെറിവിളിക്കുന്ന, നമ്മുടെ രാജ്യം വിഭജിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ രാജ്യം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന, മറ്റൊരു ശ്രീലങ്കയോ മറ്റൊരു ബംഗ്ലാദേശോ ആയിട്ട് നമ്മുടെ രാജ്യം മാറണമെന്ന് ആഗ്രഹിക്കുന്ന, രണ്ടാട്ടിൻകുട്ടികളെ തമ്മിലെടുപ്പിച്ചിട്ട് ചോര കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചെന്നായ്ക്കൾ ഇതിൻ്റെ ഇടയിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അവരെ നമ്മൾ തുറന്നു കാണിക്കണം. നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഒന്നിച്ച് നേരിടും. പക്ഷെ രാജ്യം നിലനിൽക്കണം, രാജ്യത്തിന്റെ ഐക്യം നിലനിൽക്കണം, അഖണ്ഡത നിലനിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പുറകിൽ കാണിച്ച നമ്മുടെ ഈ കൊടി പിടിക്കുന്ന എല്ലാവരും ഇതിനെ ബഹുമാനിക്കുന്നവരല്ല. അവർക്ക് മറ്റ് ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അവരെ നമ്മൾ തുറന്നു കാണിക്കണം. പിന്തുണയ്ക്കുന്നത് സാധാരണക്കാരായ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറുന്നവരെ, അതിൻ്റെ ഇടയിൽ ഇത്ര അക്രമങ്ങൾ കാണിക്കുന്നവരെ, അതിൻ്റെ ഇടയിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ നമ്മൾ തുറന്നു കാണിക്കുക തന്നെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്, വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ എപ്പോഴും പരിഗണിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങൾ കിട്ടുക തന്നെ വേണം. അതിനുവേണ്ടി നമ്മൾ സമരം ചെയ്യേണ്ട സ്ഥലത്ത് സമരം ചെയ്യണം. പക്ഷേ ആ സമരം ഒരിക്കലും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ആവരുത്. വനിതകളെ ആക്രമിച്ചും വനിതാ മാധ്യമ പ്രവർത്തകരെ അപമാനിച്ചും അവർക്ക് നേരെ വൃത്തികേട് കാണിച്ചും അടിച്ചും നമ്മുടെ രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചും നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തെയും മറ്റും തെറി വിളിച്ചും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റിയും നമ്മുടെ രാജ്യം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ പിന്തുണച്ചും ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയണം. ആട്ടും തോലിട്ട ചെന്നായ്ക്കളെ നമ്മൾ ഈ സമരത്തിന്റെ ഇടയിൽ മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സമരം വിജയിക്കണം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ന്യായം ആവശ്യമാണ്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെക്കുന്നതാണ് ഉചിതം. നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് എക്സാം എഴുതുന്നവർക്ക് ഇത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മുടെ രാജ്യം നിലനിൽക്കണം എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ രാജ്യം നിലനിൽക്കണം എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുക. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.